ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടർന്ന് ഇറാൻ കുവൈറ്റിൽ മിസൈൽ പതിച്ച് പെൺകുട്ടി മരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനവാസ മേഖലയിൽ ഇന്നലെയാണ് മിസൈൽ പതിച്ചത്. ദുബായ് അമേരിക്കൻ കോൺസുലേറ്റിനടുത്ത് ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. തീപിടുത്തം നിയന്ത്രണ വിധേയമാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. MCA നാസർ കൂടുതൽ വിവരങ്ങളുമായി. MCA, ഈ ദിവസവും അല്ലെങ്കിൽ ഇന്നലെ രാത്രിയും ഈ GCC രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കണോ? നിഷാദ്, കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ ആക്രമണങ്ങൾ മാത്രമാണ് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായിരിക്കുന്നത്. 2 ദിവസം മുമ്പുള്ള അവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആക്രമണങ്ങളിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പരിക്കേൽക്കുന്ന സംഭവമോ ആളപായമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 2 ദിവസം മുമ്പ് കുവൈത്തിന് നേരെ നടന്ന ഒരു ആക്രമണത്തിൽ ഈ മിസൈലുകൾ തകർക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ചീളുകൾ ഒരു താമസ കെട്ടിടത്തിന് മുകളിൽ പതിക്കുകയും അവിടെ ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ പെൺകുട്ടി ഇന്ന് വെളുപ്പിന് മരണപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ട് കുവൈത്ത് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ അശാന്തിയുള്ള അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ UAE-യിലെ ദുബൈ എമിറേറ്റിലുള്ള അൽസീഫിലെ US കോൺസുലേറ്റിന് നേരെ അതിൻ്റെ കെട്ടിടത്തിന് സമീപം ഒരു ഡ്രോൺ പതിച്ചതായിട്ട് ദുബൈ മീഡിയ ഓഫീസ് തന്നെ അറിയിച്ചു. അതേ തുടർന്ന് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. ആ തീപിടുത്തം വളരെ പൊടുന്നനെ തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ദുബൈ അധികൃതർ പെട്ടെന്ന് തന്നെ വിജയിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും പരിക്കേറ്റതായിട്ടുള്ള ഒരു റിപ്പോർട്ടും ദുബൈയിൽ നിന്നോ അബുദാബിയിൽ നിന്നോ മറ്റ് ഏതെങ്കിലും എമിറേറ്റിൽ നിന്നോ ഇനിയും ഉണ്ടായിട്ടുമില്ല. എന്തായാലും ഇറാനുമായിട്ട് പരോക്ഷ സ്വഭാവത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും നിരന്തര ബന്ധം തുടരുന്നുണ്ട്. കാരണം ഇത്തരം ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിൽ ലംഘിച്ചുകൊണ്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള ഈ ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഒരു വെടിനിർത്തലിന് വേണ്ടി സാധ്യമായ എല്ലാ നീക്കങ്ങളും തുടരുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം കൂടി ആയിരിക്കണം. ഈ ആക്രമണങ്ങൾ പരമാവധി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിലുള്ള സുരക്ഷാപരമായിട്ടുള്ള ഒരു വെല്ലുവിളിയൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ യാത്രകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഈ ഇവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെയൊക്കെയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ മെനിയാന്ന് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ദുബൈയിലും അബുദാബിയിലും അതോടൊപ്പം തന്നെ മറ്റ് എമിറേറ്റുകളൊക്കെ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ വിമാനങ്ങൾക്ക് പലതും തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിൽ ഈ സുരക്ഷാ ഭീഷണി കാരണം ഇന്നലെ ആ അർത്ഥത്തിലുള്ള ഒരു റിപ്പാട്രിയേഷൻ സംവിധാനം മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇന്നും നാളെയുമായിട്ട് കുറെ കൂടി വിമാനങ്ങൾ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അതാത് നാടുകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എമിറേറ്റ്സ്, എയർ അറേബ്യ ഉൾപ്പെടെയുള്ളവ ഒരു പക്ഷേ 1-2 ദിവസം കൂടി സർവീസുകൾ അത് കഴിഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമായ അർത്ഥത്തിൽ പുനരാരംഭിക്കൂവെന്നും ആ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. മറ്റ് പ്രയാസങ്ങളോ ആ അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധിയൊന്നും ഇപ്പോൾ മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ യുദ്ധം ഇനിയും അനിശ്ചിതമായിട്ട് നീളുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇറാന്റെ ഭാഗത്തുനിന്നും ആ അർത്ഥത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും പൊടുന്നനെ ഒരു ചർച്ചക്കോ മറ്റോ തങ്ങളില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് ഒരു നിലയ്ക്കുള്ള ചർച്ചയ്ക്കുമുള്ള ഈ യുദ്ധം അതിൻ്റേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകുമെന്നാണ് ഇറാൻ നേതൃത്വവും അറിയിച്ചിരിക്കുന്നത്.